ഇന്ന് രാവിലെ തൊട്ടുള്ള കുക്കിങ്ങൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അല്ലേ? അപ്പം എന്താ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ചട്നിയും ദോശയും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റുന്ന സൺഡേ അല്ലേ, അപ്പോൾ മക്കളൊക്കെ എണീക്കാൻ വൈകുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എൻ്റെ പുറത്തത്തെ പണികളൊക്കെ കഴിച്ചു. അടിച്ചു വാരൽ, അലക്കൽ, കല്ലുമ്മലുള്ള അലക്കാനുള്ളതൊക്കെ അലക്കൽ, പിന്നെ പാലിന് പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പം ഈ ഒരു മാവ് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ഉഴുന്നും 2 സ്പൂണ് ഉലുവയും ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുക, അതാണ് ഈ ഒരു പൊങ്ങി വരുന്നതിൻ്റെ രഹസ്യം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇത് ഉച്ചക്കിലേക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇപ്പം ഇന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ചിക്കനെ കുറച്ച് ഫ്രൈ ആക്കാൻ കരുതി. അതിനുള്ള മസാലയാണ് റെഡിയാക്കണം കേട്ടോ. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, എത്രയും ഉപ്പും ചേർത്തിട്ട് അരച്ച് മിക്സ് ആക്കിയിട്ട് ഞാനിതാ നല്ല അടിപൊളി മസാല റെഡിയാക്കി. ഇനി ചിക്കൻ കറി വെക്കാനുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു, ഉള്ളിയൊക്കെ അരിഞ്ഞ്. പിന്നെ ഞാനിതാ ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം മസാലകളൊക്കെ ഇട്ടെടുത്ത് വെള്ളം ഒഴിച്ചു. ചിക്കൻ്റെ കൂടെ കുറച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് അവിടെ അടുപ്പത്ത് വെച്ചു, വേവാൻ വെച്ചു. പിന്നെ കുറച്ച് പപ്പടം കൂടി പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചില ഞായറാഴ്ചകളിൽ പപ്പടം ഉണ്ടാവും കേട്ടോ, എപ്പോഴൊന്നുമില്ല, എന്നാലും ഞായറാഴ്ച ചില ദിവസം ഒരു കൊതിയാണ് പപ്പടം കഴിക്കാന്നുള്ള, അങ്ങനെ ഉണ്ടാകും. ഇപ്പം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ ഗോതമ്പൊക്കെ കുറച്ച് കഴുകിയിട്ട് ഉണക്കാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഉച്ചവരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കളുള്ള അവർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക, അപ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ എൻ്റെ എല്ലാ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കുളി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചക്കലെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇതാ പാത്രമൊക്കെ എടുത്ത് പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെയാണ് എപ്പോഴും ഫുഡ് കഴിക്കാറ് കേട്ടോ. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും. എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണോണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഞങ്ങളിതാ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടോ.